ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 2 ആഴ്ചകളിലെ വിശേഷങ്ങളുമായിട്ടാണ്. ഇതിൽ വിഷുവിന്റെ വിശേഷങ്ങൾ മാത്രമല്ല, അവധിക്കാലത്തിലെ കൊച്ചു കൊച്ചു യാത്രകളും സന്തോഷങ്ങളും അപ്രതീക്ഷിതമായി വന്ന പരീക്ഷാഫലവും അതിന്റെ മധുരവും ഒക്കെയുണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ഓരോന്നോരോന്നായി കണ്ടാലോ? ആദ്യം വിഷുവിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മേടമാസ പുലരിയുടെ തലേന്ന് അടുത്ത ദിവസത്തെ കണിയൊരുക്കാൻ പ്രകൃതിയും തയ്യാറെടുത്തു കഴിഞ്ഞു. മഞ്ഞയും ചുവപ്പ് രാശികൾ ആകാശത്തിൽ വിരിച്ചുകൊണ്ട്. മഞ്ഞ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും നിറമാണത്രേ. കണിവളരിയാലും കണിക്കൊന്നയാലും സമൃദ്ധിയെ സ്വീകരിക്കാൻ ഞങ്ങളും തയ്യാറെടുക്കുകയാണ്. പുതുവർഷത്തിലെ പ്രതിജ്ഞകൾ കാറ്റിൽ പറന്നുപോയെങ്കിലും ഇനി ഒരു പുതുവർഷം കൂടി നമുക്കുണ്ട് എന്നൊരാശ്വാസമുണ്ട്. അങ്ങനെ കണിയൊരുക്കലിനുള്ള സാധനങ്ങൾ ശേഖരിച്ചു തുടങ്ങി. മാങ്ങയും തേങ്ങയും ഒക്കെ പറമ്പിൽ തന്നെയുണ്ട്. ഇനി സംഗതിയിൽ ട്വിസ്റ്റ് വന്നത് 2 കാര്യത്തിലാണ്. കല്യാണത്തലേന്ന് അതുവരെ ഒരുങ്ങി നിന്ന പെണ്ണിനെ കാണുന്നില്ലെന്ന് പറയുന്നത് പോലെ ഇവിടെ 2 പ്രധാനികളുടെ അഭാവമുണ്ട്. ഒന്ന്, കഴിഞ്ഞ ഇലക്ഷന് ഏറെ ചർച്ചാ വിഷയമായ ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു ചിഹ്നമായിരുന്നെങ്കിൽ അടുത്തത് കണിയൊരുക്കലിലെ ഏറ്റവും പ്രധാനിയാണ്. ഒന്നും മനസ്സിലാകാത്തവർക്കായിട്ട് പറഞ്ഞു തരാം. ഒന്ന് ചക്കയും മറ്റേത് കണിക്കൊന്നയുമാണ്. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ എന്നൊക്കെ പാട്ടുമൂളി കണിക്കൊന്നയുടെ ചൂട്ടിലെത്തിയ ഞാൻ പണ്ടേതോ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ എന്ന ദീർഘനിശ്വാസം ഉതിർത്തുള്ള ഒരു ശോകഗാനമാണ് തിരികെ കേട്ടത്. ചൂടിങ്ങനെ കൂടിയാൽ താൻ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ. എന്നാലും കഴിഞ്ഞ ആഴ്ച വരെ പൂത്തുലഞ്ഞ് നിന്നിരുന്ന കണിക്കൊന്നേ എന്നോടിത് വേണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ മേടം 1 തന്നെയാണോ അതോ ഏപ്രിൽ 1 എന്നുള്ള ആശങ്കയിൽ ക്ലിനിക്കിലേക്ക് പുറപ്പെട്ടു. മാത്രമല്ല വീട്ടിലെ അല്ലറ ചില്ലറ മിനുക്കുപണികൾ ഇതുവരെ തീർന്നിട്ടില്ലാത്തതുകൊണ്ടും മോളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് അവധിക്കാലം തുടങ്ങിയതിനാലും അനിയന്റെ പരീക്ഷാക്കാലം തുടങ്ങിയതിനാലും ഈ വട്ടം കണി വീട്ടിലാക്കാമെന്ന് വിചാരിച്ചു. ക്ലിനിക്കിലെ തിരക്കുകളൊക്കെ ഒതുക്കി വൈകിട്ട് വീട്ടിലെ കണിയൊരുക്കലിന് കൂടാമെന്ന് നിശ്ചയിച്ചു. ക്ലിനിക്കിൽ നിന്നും അപ്രതീക്ഷിതമായി വൈദ്യരത്നത്തിന്റെ വിഷക്കൈനീട്ടം ഉണ്ടായിരുന്നു. വൈകിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരു വിഷക്കൈനീട്ടം കൂടി എന്നെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ പ്രിയ സുഹൃത്ത് പോസ്റ്റൽ വഴി അയച്ചു തന്ന ഒരു വിഷക്കൈനീട്ടം. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത്. ആരോ പറമ്പിലൂടെ എന്തോ കൊണ്ട് വേഗത്തിൽ ഓടുന്നു. ഏതടാ കള്ളൻ? കള്ളനെ പിടിച്ചിട്ട് തന്നെ കാര്യം. ഫോണും കൊണ്ട് ഞാനും പുറകെ ഓടി. ഒരു ഊസലുമില്ലാതെ കള്ളൻ ഇങ്ങനെ നടക്കുകയാണ്. ചക്കയും കൊണ്ട് പോകുന്ന കള്ളനെ കണ്ടപ്പോൾ ഇത്രയും കിരികിട്ട കള്ളൻ ആരാണെന്ന് അന്വേഷിച്ച് പുറകെ ഞാനും. ലുക്കും നടത്തുമൊക്കെ മാച്ചായെന്നേ ഉള്ളൂ. ആള് നമ്മുടെ പാവം പൂക്കിമാമനാണെന്ന് അപ്പോഴാണ് പിടികിട്ടിയത്. പഠനത്തിനിടയിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ കണിയൊരുക്കാൻ അമ്മയെ സഹായിക്കാൻ ഇറങ്ങിയതാണ്. കൂടെ വേതാളം പോലെ ആനന്ദരവളും. ഇനി അടുത്തതായിട്ട് കണിക്കൊന്നപ്പൂവിനുള്ള അന്വേഷണമാണ് ഇവിടെയും. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചോദിച്ചു നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അന്വേഷിച്ചു നോക്കി. ഒടുവിൽ കാറിലായി അന്വേഷണം. വാനു ഫ്രണ്ട് സീറ്റിലിരുന്ന് ദൂരെ എങ്ങാനും മഞ്ഞപ്പൊട്ട് കാണുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നോക്കിയാണ്. അങ്ങനെ പോയി ഒടുവിൽ സൂപ്പർ മാർക്കറ്റ് വരെ എത്തി. ഏതായാലും അവിടെ എത്തിയപ്പോൾ ലക്ഷ്യം കണ്ടു. അങ്ങനെ എല്ലാ വട്ടത്തെക്കാളിലും കുറവെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിയടഞ്ഞ് മാമനും മോളും വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ കണിയൊരുക്കൽ ആരംഭിച്ചു. ഊട്ടുരുളിയിൽ അരിയിട്ട് ഭാനുമോൾ കണിയൊരുക്കാനായിട്ട് മുൻകൈയെടുത്തു. അങ്ങനെ ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹവും ഉരുളിയും കണിവെള്ളരിയും ഫലവർഗ്ഗങ്ങൾ ഓരോന്നായും കണിക്കൊന്നയും മഞ്ചാടിയും നാഴിയിലരിയും നാളികേരവും വാൽക്കണ്ണാടിയും തിരൂടയാടയും നാണയങ്ങളും ഗ്രന്ഥവും അങ്ങനെ മഞ്ഞപ്പട്ടിന്മേൽ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഭംഗിയോടെ ഓരോന്നായി നിരന്നു. അങ്ങനെ മേടമൊന്നു വിളർന്നു. രാവും പകലും തുല്യമാക്കി തുല്യത വാഗ്ദാനം ചെയ്ത് ഒരു വിഷു കൂടി കടന്നുപോയി. വീട്ടിൽ മാത്രമല്ല ക്ലിനിക്കിലും വിഷു ആഘോഷിച്ചു. വിഷുക്കൈനീട്ടം സ്വീകരിച്ചും കൊടുത്തും ലളിതമായ ആഘോഷങ്ങളും ക്ലിനിക്കിലെ ഉത്തരവാദിത്തങ്ങളും ഒരുപോലെ കൈകോർത്ത് മുന്നോട്ട് പോയി. ഉച്ചയൂണിന് മുമ്പ് തന്നെ ഇന്ന് 10th CBSEയുടെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിരുന്നു. എങ്കിലും സമാധാനമായി വിഷുസദ്യയൊക്കെ ഉണ്ടിട്ട് ഇക്കാര്യം ഭാനുക്കുട്ടി അറിയിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കണിയൊരുക്കിയ പല വിഭവങ്ങളും തീന്മേശയിൽ പല രൂപത്തിൽ നിരന്നു. നാടൻ വിഭവങ്ങൾ കൊണ്ട് ലളിതമായൊരൂണ്. മേമ്പൊടിക്ക് അല്പസംഭാരവും അലങ്കാരമായി സേമിയ പായസവും. അങ്ങനെ വിഷുസദ്യയൊക്കെ കഴിച്ച് പായസത്തിന്റെ മധുരമൊക്കെ നുകർന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നൊരു സായാഹ്നത്തിലാണ് റിസൾട്ടിന്റെ മധുരം എത്തിയത്. 90% മാർക്ക് ഏതായാലും ഉണ്ടാവുമെന്ന് ഭാനുവിന് മുൻകൂട്ടി തന്നെ നിശ്ചയമുണ്ടായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ റിസൾട്ടും. അങ്ങനെ വിഷു സായാഹ്നം സന്തോഷത്തിന്റെയും അനുമോദനത്തിന്റെയും ഒരു ദിനം കൂടിയായി മാറി.
+1 അഡ്മിഷൻ എന്നതിലുപരി മറ്റ് പ്രാധാന്യങ്ങളൊന്നും ഈ റിസൾട്ടിനില്ലെങ്കിൽ കൂടിയും ആദ്യത്തെ പബ്ലിക് എക്സാം എന്ന പ്രത്യേകതയും ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനവും പരിശ്രമവും ഒക്കെ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അടുത്ത ദിവസം പാനുക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ് കൊടുക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബീച്ചിലൊക്കെ അടിച്ചു പൊളിച്ചതുകൊണ്ട് കായലോളങ്ങളുടെ അകമ്പടിയോടെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. പലപ്പോഴും ഒരുപാട് ദിവസം നീളുന്ന ക്ഷീണപ്പെടുത്തുന്ന യാത്രയുടെ ഓർമ്മകളെക്കാളും അതുപോലെ ഗംഭീര സെലിബ്രേഷനുകളൊക്കെ നടത്തുമ്പോൾ അത് ആസ്വദിക്കാനാവാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിനേക്കാളും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു യാത്രകളും അപ്പോഴുള്ള സന്തോഷങ്ങളും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ബീച്ചുകളും ഏതെങ്കിലും നല്ല ഫുഡ് സ്പോട്ടുകളും ഒക്കെയാണ് മിക്ക ആഘോഷങ്ങൾക്കും തിരഞ്ഞെടുക്കുക. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കുറച്ച് സമയം ഇരിക്കുക, അതുതന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഞങ്ങൾ ഏറ്റവും ഒടുവിൽ പോയത് വിഷുവിന് കുറച്ച് ദിവസം മുമ്പ് കാപ്പിൽ ബീച്ചിലായിരുന്നു. ശാന്തമായ സായാഹ്നവും അസ്തമയ സൂര്യനും ബീച്ചിന്റെ മനോഹാരിതയും അഴിമുഖവും ഒക്കെ കണ്ട് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. വിഷുവിന്റെ അടുത്ത ദിവസം എക്സാം ട്രീറ്റ് ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 4 സംഘം പുറപ്പെട്ടു. തിരക്കുകൾക്കിടയിൽ വേഗം തന്നെ പോയി വരാവുന്ന, അധികം പോയിട്ടില്ലാത്ത എന്നാൽ മനോഹരമായ സ്ഥലം, അതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഉച്ചയോടെ ഞങ്ങൾ അവിടെ എത്തി. സ്ഥിരം പോകുന്ന സ്ഥലങ്ങളെക്കാൾ ഒരു സ്പെഷ്യാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് കൊല്ലം റാവിസ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ഈ വേനൽക്കാലത്ത് കായൽ കാറ്റേറ്റ് ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. കാറ്റിൻ്റെ തണുപ്പും കായലിൻ്റെ ഭംഗിയും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അതോടൊപ്പം തന്നെ രുചികരമായ കായൽ വിഭവങ്ങളും കടൽ വിഭവങ്ങളും ഒക്കെയാണ് ലക്ഷ്യം. ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ബോട്ടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും സൗകര്യമുണ്ട്. കടൽ വിഭവങ്ങളുടെ വാലി മീൽസാണ് അവർക്ക് ഓർഡർ ചെയ്തത്, എനിക്കൊരു വെജിറ്റേറിയൻ മീൽസും. ശരിക്കും ചൂടിൻ്റെ ആധിക്യം അങ്ങനെ തോന്നാത്തതുകൊണ്ടും കാറ്റേറ്റ് ഇങ്ങനെ നടക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുള്ളതുകൊണ്ടും ഞങ്ങൾ മാക്സിമം സമയം അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുകയായിരുന്നു. പറ്റുമെങ്കിൽ ബോട്ടിങ്ങും കൂടെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ ബോട്ടിംഗ് സൗകര്യമുള്ളത്രേ. മുമ്പ് ഇവിടെ വന്നപ്പോൾ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പഴയ വീട് പോലുള്ള കോട്ടേജും അങ്ങനെ പല പല സ്ഥലങ്ങളും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ഊഞ്ഞാല് കണ്ടത്. കായൽ കാറ്റേറ്റ് ഊഞ്ഞാലിലാടിയാലോ എന്നൊരു ചിന്ത അപ്പോഴാണ് വന്നത്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇഷ്ടാങ്കില മീൻ വാലിട്ടിളക്കി പോകുന്നത് പോലെ അവർക്ക് തോന്നിയത്രേ. എന്നെ നിരുത്സാഹപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ തൽക്കാലം ഞാൻ എണീക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർവാധികം ഭംഗിയോടെ ഞാൻ ഊഞ്ഞാലാടി. അങ്ങനെ എല്ലായിടവും ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ എത്തി കേട്ടോ. ശരിക്കും എൻ്റെ വെജിറ്റേറിയൻ താലിയിലെ സ്ഥിര വിഭവങ്ങൾ കാണുന്നതിനേക്കാളും കൗതുകം ഫിഷ് വിഭവങ്ങളുടെ താലി കാണുന്നതായിരിക്കും. കടലിലും കായലുമുള്ള ഒട്ടുമിക്ക മീനുകളുടെയും ഒരു കുടുംബസംഗമമായിരുന്നു അവിടെ. സാധാരണ വെജിറ്റേറിയൻകാർക്ക് എല്ലായിടവും ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതിപ്പം തട്ടുകടയായാലും 5 സ്റ്റാർ ഹോട്ടലായാലും ഒന്നും വ്യത്യാസമില്ല. അങ്ങനെ ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. വെജിറ്റേറിയൻ ആണെങ്കിലും ഇവിടെ പക്ഷേ എനിക്കൊരു സ്പെഷ്യൽ വിഭവം കിട്ടി, കാന്താരി പനീർ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണത്. ഇവിടെ വരുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ തന്നെ മോളുടെ എക്സാം റിസൾട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടി എത്തിയതാണെന്നൊക്കെ ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം ശരിക്കും ഈ ഹോട്ടലിൻ്റെ വക ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ടായിരുന്നു. ശരിക്കും അതൊരു നല്ല ഗിഫ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. മധുരത്തിൽ പൊതിഞ്ഞ ഒരു കൺഗ്രാജുലേഷൻ. ശരിക്കും അതിനൊരു പൂർണ്ണത വന്നതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പല ഹോട്ടലുകളിലും നമ്മൾ ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ആതിഥേയ മര്യാദ ഇവിടെ കിട്ടിയെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു ചെറിയ കേക്ക് കൂടി ആൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇനിയും തുടർന്ന് മികച്ച വിജയം നേടാനും ഒക്കെ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു തുടക്കമായിരിക്കട്ടെ ഇതെന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ റാവിസിൽ നിന്നും വിട പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കുമൊക്കെ മറ്റ് യാത്രകളുള്ളതുകൊണ്ട് വീട്ടിലെത്തി കേക്കിൻ്റെ മധുരം അവർക്കൂടെ പങ്കുവെക്കാനും ഒക്കെ സാധിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നല്ലൊരു യാത്രയും നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് പേര് മോളുടെ യഥാർത്ഥ പേരെന്താണ് എന്ന് ചോദിക്കാറുണ്ട്. മോളുടെ പേര് നവമി അജിത്ത് എന്നാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ചെറിയ വീഡിയോകൾ ഇടുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ക്ലിനിക്കിലെയും വീടിൻ്റെയൊക്കെ ഓട്ടത്തിനിടയിൽ പലപ്പോഴും അത് സാധിക്കാറില്ല, ആഗ്രഹം ഉണ്ടെങ്കിലും എന്നതാണ് സത്യം. ഏതായാലും എൻ്റെ ഈ പരിമിതികളൊക്കെ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പുതിയ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ ആയിട്ട്
ഉടനെ വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോഴേക്കും ബൈ.